ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഇന്ന് ഒരു പ്രത്യേക സ്റ്റോക്കിൻ്റെ ബോണസ് അതുപോലെ സ്പ്ലിറ്റ് ഡീറ്റെയിൽസാണ് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് വിപ്രോ എന്ന് പറയുന്ന IT മേഖലയിലെ ഒരു ജൈൻറ്റ്, അവരുടെ 1980 മുതൽ 2019 വരെയുള്ള സ്പ്ലിറ്റ് അതുപോലെ ബോണസ് ഷെയർ നൽകിയ ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത്. നോക്കാം. 1980 വിപ്രോയുടെ 100 ഷെയർ എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് അതിൻ്റെ വാല്യൂ, അതായത് ഇന്നല്ല 2019 അതിൻ്റെ വാല്യൂ 2,56,00,000 ഷെയർ ആകുമായിരുന്നു. ഇതെങ്ങനെയാണ് സാധ്യമായത്? ഓരോ വർഷവും ബോണസ് അതുപോലെ ചില വർഷങ്ങളിൽ അത് സ്പ്ലിറ്റ്, ഇത്രയും കോർപ്പറേറ്റ് ആക്ഷൻ വഴി ഈ ഷെയറുകളുടെ എണ്ണം ഇത്രത്തോളം വലുതായിട്ടുണ്ടാവും. ശരിക്കും ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് 450-500 രൂപയ്ക്ക് അടുത്താണ് വിപ്രോയുടെ ഇന്നത്തെ മാർക്കറ്റ് വില. അതനുസരിച്ച് ഏകദേശം 1000 കോടിക്ക് മുകളിലാണ് അതിൻ്റെ ഒരു വാല്യൂ. 100 ഷെയർ 1980 എടുക്കുക എന്ന് പറയുമ്പോൾ ഈ ഷെയർ മാർക്കറ്റിനൊന്നും അത്രത്തോളം സജീവമല്ല. എങ്കിൽ പോലും ഒരു ഷെയർ എടുത്തിരുന്നുവെങ്കിൽ അതിൻ്റെ വാല്യൂ, അതിൻ്റെ എണ്ണം ഇന്ന് ഈ കാണുന്ന തരത്തിൽ ബോണസും സ്പ്ലിറ്റും ഒക്കെ ആയിട്ട് വർദ്ധിച്ച് അത് 10,000 എണ്ണം ആയിട്ടുണ്ടാകുമായിരുന്നു. അതിൻ്റെ വാല്യൂ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് കൊണ്ട് ഗുണിച്ചാൽ തന്നെ അത് കോടിക്കണക്കിന് രൂപയായിരിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഇതാണ് ഷെയർ മാർക്കറ്റിൻ്റെ ബ്യൂട്ടി, മനോഹാരിത എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. 1981 1:1 എന്നുള്ള രൂപത്തിൽ ബോണസ് ഷെയർ നൽകുന്നു. അപ്പോൾ 1980 ഷെയർ എടുത്ത ഒരു വ്യക്തിക്ക്, 100 ഷെയർ എടുത്ത വ്യക്തിക്ക് അത് 1:1 ബോണസ് നൽകുമ്പോൾ ഇരട്ടിയാകുന്നു. അതായത് ഒരു ഷെയർ കൈവശം വെച്ചിരിക്കുന്ന വ്യക്തിക്ക് കമ്പനി അഡീഷണലായിട്ട് ഒരു ഷെയറും കൂടെ നൽകുന്നു. അതാണ് ബോണസ്. സ്വാഭാവികമായിട്ടും ഒരു ഷെയർ ഉള്ളത് 2 ആകുന്നു, 100 ഷെയർ ഉള്ളത് 200 ആകുന്നു. അങ്ങനെ 1985 4 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ബോണസ് ഷെയർ നൽകുന്നു. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 തന്നെയാണ്. അങ്ങനെ 200 ഷെയർ 400 ആകുന്നു. പിന്നീട് ഈ ഷെയർ 1986 സ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് ഒരു ഷെയർ 10 എണ്ണം ഷെയറുകളായി മാറുന്നു. ഫേസ് വാല്യൂ അവിടെ ചെറുതാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം കാണണം. പക്ഷേ ഷെയറുകളുടെ എണ്ണം അത് 400 എന്നുള്ളതിൽ നിന്ന് 4000 എന്നതിലേക്ക് മാറുന്നു. വീണ്ടും 1987 ബോണസ് നൽകുന്നു, 89 ബോണസ്, 92 ബോണസ്, 95 ബോണസ്, 97 2:1 ബോണസും നൽകുന്നു. ഇങ്ങനെ ആ ഷെയറുകളുടെ എണ്ണം 1,92,000 ആകും 1990 ആകുമ്പോഴേക്ക്. അതിനുശേഷം 99 വീണ്ടും സ്പ്ലിറ്റ് നടക്കുന്നു. അങ്ങനെ 2019 ആകുമ്പോഴേക്ക് 2,56,00,000 ഷെയറുകളാകുന്നു. അതായത് ഷെയർ മാർക്കറ്റിൽ നമ്മൾ പൈസ നിക്ഷേപിക്കണം എന്ന് പോലുമില്ല. ഇതുപോലെ ബോണസും സ്പ്ലിറ്റും ഒക്കെ തരുന്ന പൊതുമേഖലയിലുള്ളതും അല്ലാത്തതുമായ ഒരുപടി കമ്പനികളുണ്ട്. അതിലൊക്കെ വളരെ വിദഗ്ധമായി നിക്ഷേപിച്ചു കഴിഞ്ഞാൽ വലിയൊരു കോർപ്പസ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാവുന്നതാണ്. ക്ഷമ വേണം. അതാണ് ഷെയർ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ ശക്തിയും അതാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ 1980 100 ഷെയർ വാങ്ങിയിട്ടുള്ള ആളുടെ ഇന്നത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. കോടികൾ വാരിയിട്ടുണ്ടാവില്ലേ? അതാണ് ഷെയർ മാർക്കറ്റ്. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. സി യു. ബൈ ബൈ.